السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتموا الحج والعمرة لله. صدق الله العلي العظيم. إنما الأعمال بالنيات. صدق رسول الله صلى الله عليه وسلم. ബഹുമാനപ്പെട്ട ചങ്കളം മുദരിസും ഖതീബുമായ ടി എച്ച് അഹമ്മദ് ഫൈളി അവറുകളെ, അല്ലാഹു തആലയുടെ അതിഥികളായി ഇപ്രാവശ്യം പരിശുദ്ധ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാരെ, ഹാജത്തുകളെ, അതുപോലെ ക്ലാസ് ശ്രവിക്കാൻ വേണ്ടി എത്തിയ മുഅ്മിനീങ്ങളെ, ദീർഘമായൊരു സംസാരത്തിനുള്ള സമയമല്ല. പരിശുദ്ധ ഹജ്ജിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇരുന്നവരാണ്. അൽഹംദുലില്ലാ, ഗവൺമെൻറ് മുഖേന ഇപ്രാവശ്യം ഏകദേശം അപേക്ഷിച്ചവർക്കെല്ലാം ഏകദേശം ആൾക്കാർക്കും ഇപ്രാവശ്യം അത് പാസ്സായിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതുപോലെ പ്രൈവറ്റിലും പോകാൻ ആഗ്രഹിച്ചവർ ഈ സദസ്സിലുണ്ട്. അല്ലാഹു തആല വളരെ ഖൈറായ നിലയിൽ, മഖ്ബൂൽ നിലക്ക് പരിശുദ്ധ ഹജ്ജും ഉംറയും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുള്ള സിയാറത്തും ഖൈറായ നിലയിൽ നിർവഹിച്ച് തിരിച്ചു വരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയൊക്കെ വേണ്ടത് ദുആയാണ്. എല്ലാ സമയത്തും നമുക്ക് ഏറ്റവും നമ്മുടെ മുമ്പിൽ വേണ്ടത് എല്ലാ സമയത്തുമുള്ള ദുആയാണ്. ഏകദേശം ആൾക്കാർക്ക് ഇപ്പോൾ ഹജ്ജിനുള്ള പെർമിഷൻ നമുക്ക് കിട്ടി, അതിൻ്റെ രേഖകളൊക്കെ ശരിയായി വരുന്നുണ്ട്. ആലമുൽ അർവാഹിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളിക്ക് ഉത്തരം കിട്ടിയവരൊക്കെ ഇൻഷാ അല്ലാഹ് ലബ്ബൈക എന്നും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഹറമിലേക്ക് എത്തും. പരിശുദ്ധ ഹറമിലേക്ക് എത്തിയ, ഹജ്ജിനെത്തിയ മുഴുവൻ ആൾക്കാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്കും പോകണം. അല്ലാതെ പക്ഷം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ഞാനും അവനും പിണക്കത്തിലാണ്. എന്നെ സന്ദർശിച്ചവർക്ക് എൻ്റെ ഷഫാഅത്തുണ്ട്. എൻ്റെ ജീവിതകാലത്ത് സന്ദർശിച്ചതുപോലെയാണ് എൻ്റെ വഫാത്തിന് ശേഷവും സന്ദർശിക്കൽ. ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് യാത്ര തിരിക്കുന്നത്. പക്ഷേ ഒരു ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഉംറക്ക് പോകുമ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ശരിക്കും പഠിച്ചുകൊണ്ടായിരിക്കണം. അത് ഏത് വിഷയമാണെങ്കിൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ തുനിയുകയാണെങ്കിൽ, ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള ഒരു അമലാണ് പരിശുദ്ധ ഹജ്ജും ഉംറയും. ആ കാര്യം ചെയ്യുമ്പോൾ അത് പരിപൂർണമായി നാം ചെലവാക്കിയ പണത്തിനും നമ്മൾ ചെലവാക്കിയ ദിവസങ്ങൾക്കും അതുപോലെ അധ്വാനങ്ങൾക്കെല്ലാം ശരിയായ നിലയിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് ശരിക്കും പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഈ സമയത്ത് ഗവൺമെൻറ് ഹജ്ജിന് പോകുന്നവർ കൂടുതൽ അറിഞ്ഞിരിക്കണം. അല്ലാതെ പ്രൈവറ്റിലും മറ്റും പോകുന്നവർക്ക് കൂടെ 40-50 പേർക്കുള്ള ഒരു അമീറായിട്ടുണ്ടാവും, അവർ കൂടെ കൊണ്ടുപോകും. ആദ്യമായി പരിശുദ്ധ ഹറമും പരിശുദ്ധ മദീനയെല്ലാം കാണുന്നവർക്ക് ഒരു വെപ്രാളമുണ്ടാവും. എങ്ങനെ ചെയ്യണമെന്ന്
അനുഭവമാണ്. ഒരു പ്രാവശ്യം മത്താഫിൽ ഞാനുള്ള സമയത്ത് ഞാൻ അറിയുന്നതായ കുറച്ച് ആൾക്കാർ പെട്ടെന്ന് വന്നു, ഫാമിലി അടക്കം. നല്ല തിരക്കുള്ള സമയമാണ്, ഹജ്ജിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ബഷീർ ദാരിമി, അല്ലാഹ് കാത്ത് നിങ്ങളെ കണ്ടത്. ഞാൻ തവാഫ് ഏടുന്ന് തുടങ്ങണോ? ചോദ്യം, തവാഫ് ഏടുന്ന് തുടങ്ങണോ? അവർ തവാഫ് ഹറമിലെത്തിയതാണ്, റൂമിൽ പോയി കൊണ്ടുവച്ച് തവാഫ് ചെയ്യാൻ വേണ്ടി ഹറമിലേക്ക് എത്തിയതാണ്. തവാഫ് എവിടെ നിന്ന് തുടങ്ങണം ഒന്ന് പറഞ്ഞു തരണം. അൽഹംദുലില്ലാഹ് അവർക്ക് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. നേരെ മറിച്ച് ഒരു അമീറിൻ്റെ കീഴിൽ പോകുമ്പോൾ മുമ്പ് പോകാത്തവരാകുമ്പോഴേക്ക് വെപ്രാളം ഉണ്ടാവും. ഒരു അമീറിൻ്റെ കീഴിൽ പോവുകയാണെങ്കിൽ അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോകും. ഇതാണ് വ്യത്യാസം. പേടിക്കാനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ശരിക്കും അതിനെപ്പറ്റി ഒന്ന് പഠിച്ചു പോയാൽ മതി. ഒന്ന് പഠിപ്പിക്കുക എന്നതാണ്, ഒന്ന് അറിയിച്ചു കൊടുക്കുക എന്നതാണ് മൗലവി ട്രാവൽ ഇന്ന് ക്ലാസ് സംഘടിപ്പിച്ചത്. ഇതിനു മുമ്പ് ഒരു ക്ലാസ് ഇവിടെ കഴിഞ്ഞു, പരിശുദ്ധ മദീനയെക്കുറിച്ചിട്ടായിരുന്നു. മദീന അതൊന്നറിയണം. ഏതൊന്ന് ഹജ്ജിന് പോകുന്നവർ ആദ്യമായി അറിയേണ്ടത് പരിശുദ്ധ മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചുമാണ്. കാരണം മദീനയെക്കുറിച്ച് ശരിക്കും പഠിച്ചില്ല എങ്കിൽ നമ്മൾ ഹജ്ജ് മുഴുവൻ ശരിയായ നിലയിൽ ചെയ്തു, വേണ്ടതൊക്കെ ചെയ്ത് മദീനയിലെത്തി അതിൻ്റെ ഹുർമത്തനുസരിച്ച് നടന്നില്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയാണ് അവൻ്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. കാരണം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിക്കേണ്ട അദബ്, ആരെങ്കിലും അദബ് കേടായിട്ട് ഉച്ചത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ സംസാരിച്ചാൽ, ശബ്ദമുണ്ടാക്കിയാൽ അവൻ്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നു പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അവിടുത്തെ കാര്യവും ശരിക്കും പഠിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. ഇവിടെ പല ക്ലാസ്സുകളും നടക്കുന്നത്, നിങ്ങൾ വരാൻ പറയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് പരിപൂർണമാവണം. അള്ളാഹു എനിക്ക് നിഅമത്ത് തന്ന് ആരോഗ്യം തന്ന് ഞാൻ പോകുന്നു, ഓനും പോകുന്നു, ഞാനും പോകുന്നു, ആ നിലപാടിലെത്താൻ പാടില്ല. നമ്മുടെ നിയ്യത്താണ് ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറഹ ലില്ലാഹ്. ഹജ്ജും ഉംറയും പൂർത്തിയാക്കണം. ആർക്ക് വേണ്ടി? അള്ളാഹുവിനേക്ക് വേണ്ടി എന്നുള്ള റബ്ബിൻ്റെ ഈ വാക്യം നാം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നിയ്യത്ത് നന്നാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ യാത്ര. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ യാത്രാ ഡേറ്റൊക്കെ വരും. അതിൻ്റെ രേഖകളെല്ലാം മുഴുവനും ശരിയായിട്ട് വരും. ആ സമയത്തൊക്കെ ദുആയിലൂടെ യാ അല്ലാഹ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവനും അത് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണം എന്നുള്ള ദുആ അതാവശ്യമാണ്. ദുആ അതൊരു ആയുധമാണ്. അത് മുഖുൽ ഇബാദ, ഇബാദത്തിൻ്റെ മജ്ജയാണ് ദുആ. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ശരിക്കും ആത്മാർത്ഥമായി തഹജ്ജുദിന് ശേഷവും അതുപോലെ എല്ലാ നിസ്കാരത്തിന് ശേഷവും നാം ഉദ്ദേശിച്ച കാര്യം അത് പരിപൂർണമായി നിർവഹിക്കാനുള്ള തൗഫീഖ് കിട്ടുക, അതിനുവേണ്ടിയുള്ള ദുആയാണ് നമുക്ക് ആവശ്യം. ഇൻഷാ അല്ലാഹ് വളരെ വിശദമായി പരിശുദ്ധ മക്കയെക്കുറിച്ചും അതുപോലെ അവിടെ ചെയ്യേണ്ട അമലുകളെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് മൗലവിയുടെ ചീഫ് അമീർ അബ്ദുറഹിമാൻ ലായി വർഷങ്ങളോളമായി ഹജ്ജ് ക്ലാസ്സിൽ കോഴിക്കോട് എറണാകുളമൊക്കെ ഉണ്ടാകുന്ന ഹജ്ജ് ക്യാമ്പിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. വളരെ തഖ്വയോട് കൂടെ പരിശുദ്ധ മക്കയും മദീനയും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. ഇനിയും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് മാറവട്ടെ. പ്രിയമുള്ളവരെ, മക്കയെക്കുറിച്ച്, ആ കഅബയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിനെ കുറിച്ച് ശരിക്കൊന്ന് മനസ്സിലാക്കണം. കഅബ, മക്കയെക്കുറിച്ച് അതിനെ പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് ബക്ക എന്നാണ്. ബക്ക എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ആകർഷിപ്പിക്കുന്നത്. ഒരു പ്രാവശ്യം പോയാൽ വീണ്ടും പോകാൻ നമുക്ക് തോന്നും. അതുപോലെ വേറൊരു മായനയുണ്ട്, പിരടി പിടിച്ച് താത്തുന്നത് എന്ന് വെച്ചാൽ
ആർക്കും അവിടെ വലുതാവാൻ സാധിക്കില്ല. ഒരാൾ സാക്ഷാൽ സൽമാൻ രാജാവാണ് ഹജ്ജിന് വരുന്നത്, അല്ലെങ്കിൽ ഉംറയ്ക്ക് വരുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേഷവും ഫഖീറായ നമ്മുടെ വേഷവും ഒന്നാണ്. പിന്നെ ഇന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവന്മാരാണെന്ന് അറിയുന്നത് എങ്ങനെ? അവരുടെ കൂടെ കുറച്ച് സെക്യൂരിറ്റിമാരുണ്ടാകും. അപ്പോഴാണ് ഇത് ഇന്നാളിന്നാണ്. അല്ലെങ്കിൽ അതാണ്, അവിടെ ആരും വലുതാവാനില്ല. റബ്ബിൻ്റെ കഅബ, റബ്ബിൻ്റെ ബൈത്ത്, അൽ ബൈത്ത്, അതിൻ്റെ ബഹുമാനത്തോടു കൂടെ. പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, നമ്മുടെ മൊബൈല് തവാഫ് ചെയ്യുന്ന സമയത്തും സഈ ചെയ്യുന്ന സമയത്തും ഒരുപാട് ആൾക്കാർ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് പോയി അവിടെ പിന്നെ ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരും, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് കാണിതാ ഞാൻ തവാഫ് ചെയ്യുന്നത് കാണിച്ച് അതെല്ലാം നിർത്തുക. ഇഖ്ലാസോട് കൂടെയുള്ള ഒരു യാത്രയാവണം. ഹജ്ജ് അള്ളാഹുവിലേക്ക് കയറിപ്പോകാനുള്ള കോണിപ്പടിയാണ്. അത് നാം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കുന്ന വിധത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നടക്കുന്നത്. റബ്ബ് തആല ശരിയായ നിലയിൽ നിർവഹിക്കാനും അതുപോലെ അത് നാം മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് നൽകുമാറാവട്ടെ. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം മൗലവി ട്രാവലിൻ്റെയും ഹജ്ജ് ഉണ്ടാവും. അതിനുള്ള പെർമിഷൻ മൗലവി ട്രാവലിന് കിട്ടിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ആരെയും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രൈവറ്റ് വഴി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജ് നിർബന്ധമായി ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ യഹൂദിയോ നസറ ആയിട്ട് മരിച്ചു പോവട്ടെ എന്ന റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക്. അത് മനസ്സിലാക്കണം. ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ നമുക്ക് പെണ്ണുമക്കളെ കെട്ടിച്ചു കൊടുക്കണം, നമ്മുടെ ബാധ്യതകളൊക്കെ തീരണം എന്നുള്ള കരുത്തുണ്ടാവാൻ പാടില്ല. അതല്ല, ഹജ്ജ് നിർബന്ധമായാൽ അത് ഉടനെ ചെയ്യേണ്ട ഒരു അമലാണ്, ഉടനെ ചെയ്യേണ്ട ഒരു ഇബാദത്താണ്. അതിന് മറ്റുള്ള ഒന്നും തടസ്സമാവാൻ പാടില്ല. ഒന്നുകൂടി കൂട്ടി പറയാണ്, നല്ല ആരോഗ്യമുള്ള യുവത്വത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആയിട്ടില്ലപ്പാ, കുറച്ച് കേട്ടെ, കുറച്ചിട്ട് ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട് എങ്കിൽ അത് കുറച്ച് കഴിയട്ടെ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അത് എത്ര പെട്ടെന്ന് നിർവഹിക്കാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. ശരിയായ ഒരു ഹജ്ജായാൽ പിന്നെ അവൻ്റെ ജീവിതം മുഴുവനും അത് അല്ലാഹു തആലയും അവൻ്റെ റസൂലും ഇഷ്ടപ്പെട്ട വിധത്തിലാകും. അതുപോലെ ഹജ്ജും ഉംറയൊക്കെ നിർവഹിച്ചാൽ ഫഖർ അവന് തൊടുകയില്ല. അവൻ ഗനിയാണ്, എപ്പോഴും ഐശ്വര്യക്കാരനാണ്. ഇതെല്ലാം റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകളാണ്. ഇതെല്ലാം മനസ്സിലാക്കി പരിശുദ്ധ ഹജ്ജിന് വേണ്ടി നാം തുനിയണം. ഇൻഷാ അല്ലാഹ് ഒരുങ്ങണം. ഇവിടെ കൂടിയ ഏകദേശം ആൾക്കാരും ഹജ്ജ് ചെയ്തവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ അപേക്ഷിച്ച് ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുന്നവരുമാണ്. റബ്ബ് തആല നമ്മുടെ ചെയ്തു പോയ അമലുകളെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് പരിശുദ്ധ ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരുമാറാവട്ടെ. ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്ന മുഴുവൻ ആൾക്കാർക്കും ശരിയായ വിധത്തിൽ മഖബൂൽ എന്ന നിലക്ക് നിർവഹിക്കാൻ റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യം ഈ നിങ്ങൾക്ക് സ്വാഗതം പറയുകയെന്നാണ്. അൽഹംദുലില്ലാഹ് നമുക്ക് ദുആ ചെയ്തു തന്ന ചെങ്കള മുദരിസ് ടി.എച്ച്. അബ്ദുൽ ഖാദർ ഫൗലി അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മൗലവി ഗ്രൂപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നിമിഷത്തിൽ മാലിക് ദിനാർ ഖത്തീബ് അബ്ദുൽ മജീദ് ബാഖവി ഇവിടെ എത്തും. അദ്ദേഹം വലിയായിട്ടുള്ള ഒരു നിക്കാഹ് നടക്കുന്നത് കൊണ്ട് ഒരല്പം വൈകിയതാണ്, ഇപ്പം എത്തും ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തിനെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ക്ലാസ് എടുക്കുന്നത് മൗലവി ഗ്രൂപ്പിൻ്റെ ചീഫ് അമീർ, ശരിക്കും മദീനയെക്കുറിച്ചും മക്കയെക്കുറിച്ചും ശരിക്കും പഠിച്ച ഒരു വ്യക്തിത്വമാണ്. 7 വർഷത്തോളം പരിശുദ്ധ മദീനയിൽ ജീവിച്ച, മദീനയിലെ എല്ലാ മുക്കിലും മൂലയിലും ചരിത്ര സംഭവങ്ങളൊക്കെ അറിഞ്ഞ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ആണ് കഴിഞ്ഞ പ്രാവശ്യം മദീനയെക്കുറിച്ച് ക്ലാസ് എടുത്തത്. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം മക്കയെക്കുറിച്ച് പറയും. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം നൽകുമാറാവട്ടെ.
അബ്ദുറഹിമാൻ ലാഹി അവറുകൾ നിങ്ങൾക്ക് വേണ്ടി മൗലവി ഗ്രൂപ്പിന് വേണ്ടി ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ഹാജിമാർക്കും ഹജ്ജുമാർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അബ്ദുൽ മജീദ് വാക്കബ് അവറുകൾ ഇടയ്ക്ക് വരും ക്ലാസ് എടുക്കാൻ വേണ്ടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് പിന്നെ കൂടുതൽ സമയം നമുക്ക് ളുഹറാകുമ്പോഴേക്കും അല്ലേ, ളുഹറിന് മുമ്പായി നമുക്ക് പിരിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കുടിക്കാൻ വേണ്ടി ചായ ഉണ്ട്, അത് കുടിച്ചിട്ടും വരാം. ഇനി പിന്നെ ഇങ്ങോട്ട് പിന്നെ കൊണ്ടുവരാം. പക്ഷേ ക്ലാസ്സിൻ്റെ ഇടയിൽ അലങ്കോലാവാൻ പാടില്ല, ആ വിധത്തിലാണ്. ഇരിക്കാൻ പറ്റാത്തവർക്ക് ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് സൗകര്യപ്പെടുത്തും. ഇടയിൽ കസാരകളൊന്നും ഒഴിവാവാത്ത വിധത്തിൽ എല്ലാവരും ഇരിക്കുക. ക്ലാസ് എടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ ലാഹി അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.